എന്നിട്ടെന്തായി? എന്റെ പൊന്നു മനു, നീ ഇങ്ങനെ നിർബന്ധം പിടിക്കല്ലേ. നിന്നെ എന്റെ കൂടെ നിർത്തണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനത്തെ ഒരു അവസ്ഥയിലല്ല ഞാനിപ്പോ. എന്താ അവസ്ഥ? ദുരവസ്ഥ. ആ അവസ്ഥ പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ല. ദയവ് ഇരുന്ന് തിരിച്ചു പോകണം പ്ലീസ്. ആ എന്താ ഞാൻ അറിയാത്ത അവസ്ഥ? ഇങ്ങോട്ട് നോക്കി. അത് പറഞ്ഞേ പറ്റൂ എന്റെ അടുത്ത്. വേറൊന്നല്ലടാ, ഇപ്പത്തെ എന്റെ സാമ്പത്തിക സ്ഥിതി വെച്ച് നിന്നെ കൂടെ എന്റെ കൂടെ കൂട്ടാൻ പറ്റില്ല. അത്ര ഉള്ള പൈസ ഞാൻ തരില്ല. അപ്പൊ കാശൊക്കെ കയ്യിലുണ്ടോ? പാവോടാ. എടാ, നീ വിചാരിക്കും പോലെ 10-500 കൊണ്ട് തീരുന്ന പ്രശ്നമല്ല എന്റേത്. 10-500 അല്ല. പിന്നെ കാശ് ഇഷ്ടം മാതിരി ഉണ്ട്. ഇതേ നോക്കിയേ. അങ്ങനെ മനോനെയും തേച്ച് അന്നത്തെ വെള്ളടി അങ്ങോട്ട് തുടങ്ങി. ഏതെങ്കിലും ഒരുത്തൻ കുപ്പി പൊട്ടിച്ച അപ്പ എഴുതി കാണിക്കും മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. ഇതൊക്കെ വായിച്ചിട്ട് ഏതെങ്കിലും ഒരുത്തൻ ഇതുവരെ നന്നായിട്ടുണ്ടോ? എന്റെ പൊന്നളിയാ, ഞാൻ ഒരിക്കലും നന്നാവാൻ ശ്രമിച്ച ആളാണ് ട്ടോ. പിന്നെന്താ നന്നാവാഞ്ഞേ? എന്ത് പറയാൻ എന്റെ പാലു, ഇതൊക്കെ വായിച്ച് നന്നാവാൻ തീരുമാനിച്ച് ഉറങ്ങണതാ. ഇനി ഒരിക്കലും കുടിക്കില്ലെന്ന് വെച്ചിട്ട് പിറ്റേ ദിവസം കാലത്ത് അപ്പൻ അവസാനമായിട്ട് ഒരു തുള്ളി കുടിക്കാൻ പറ്റാണ്ട എന്റെ അപ്പൻ ചത്തെ. ആ ശാപം എന്നോട്ട് പോവാന് ഡോക്ടറല്ല പ്രൊഫസർ. ഇയാളൊന്ന് പോയിടവേ. ഇതൊക്കെ ആലോചിക്കുമ്പോ സത്യമായിട്ട് സഹിക്കാൻ പറ്റുള്ള. എന്നിട്ട് പിന്നെന്ത് പറ്റി? അന്നൊരു 1-ാം തീയതി ഇറങ്ങി ഒരു കുപ്പി ചാവാന് വേണ്ടി സകലമാന ചാവന്മാരുടെ അടുത്ത് ഞാൻ തെണ്ടിയതാ. നിങ്ങൾക്കറിയോ, ഒരു പുന്നാര പോലും തന്നില്ല. എല്ലാത്തിനും കാരണം അന്നത്തെ നശിച്ച 1-ാം തീയതി. കലണ്ടറിന്ന് 1-ാം തീയതി തന്നെ മാറ്റിക്കളയണം. ഇവന്റെ പൊട്ടക്കഥ കേട്ട് നീ എന്തിനാടാ കരയണത്? എടാ, ഇവന് ഭ്രാന്താടാ. ഞാൻ അതൊന്നും ഓർത്തല്ല കരയണേ. ഞാൻ 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 എന്റെ കല്യാണത്തിന് തലേന്ന് നാട് വിട്ടു പോകുന്നതാ. എന്തിന്? എന്തുപറ്റി? എനിക്ക് കല്യാണം ഇഷ്ടമല്ല. നിന്നോട് കല്യാണം കഴിക്കാനല്ലേ പറഞ്ഞുള്ളൂ, അല്ലാതെ വിഷമൊന്നും കഴിക്കാൻ പറഞ്ഞില്ലല്ലോ. അതായിരുന്നു ഞാൻ അന്നേ കഴിച്ചേനെ. പക്ഷെ കല്യാണം അതെനിക്ക് പറ്റില്ല. ആ എന്നാടാ, നിനക്ക് വേറെ ലൈൻ വല്ലതും ഉണ്ടോ? ഇല്ല. പിന്നെ എന്നാടാ അല്ല കുഴപ്പം? അത് പിന്നെ ഏത് പിന്നെ? സാർ, എന്റെ പേര് മനുമൂഞ്ചി. വെരി ഗുഡ്, നൈസ് നൈൻ. പറയൂ മനുമൂഞ്ചി, എന്താണ് നിങ്ങളുടെ പ്രശ്നം? സാർ മനുമൂഞ്ചി അല്ല, മനുമോൻ ജി. ഹോ സോറി 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 സോറി. പറയൂ, എന്താണ് പ്രശ്നം? സാറേ, ഈ വരുന്ന 5-ാം തീയതി എന്റെ കല്യാണമാണ്. വെരി ഗുഡ്, കാർഡ് തന്നേക്കൂ. സമയമുണ്ടെങ്കിൽ ഞാൻ എത്തിക്കോളാം. അതല്ല സാറ്, സാർ എന്നെ ഒന്ന് സഹായിക്കണം. മൂഞ്ചി, നോ 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 നോ, നോ ഗിഫ്റ്റ്, നോ മണി. അതല്ല സാറേ, എനിക്കൊരു പ്രശ്നമുണ്ട്. മടിക്കണ്ട, പറയൂ. സാറേ, ഡോക്ടർ എനിക്ക് പെണ്ണിനെ പേടിയാ. അത് തനിക്ക് മാത്രമല്ല, ആണായി പിറന്ന ഒട്ടുമിക്ക പേർക്കും പേടിയാ. അതൊരു പ്രകൃതി നിയമമാണ്. ഇത് പക്ഷെ അങ്ങനെയല്ല ഡോക്ടറെ. എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എനിക്ക് ഇയാളെ ഇഷ്ടം. അപ്പം ഈ പ്രണയം പറയുന്നവരോട് മാത്രമാണോ അതോ എല്ലാവരെയും പേടിയാണോ? അതായത് പ്രണയപരമായോ സെക്സ് പരമായോ ഒരു പെണ്ണിന്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ അപ്പം പേടിച്ചു കുറയ്ക്കും. ഒരു തരം ഞാൻ ചത്തു പോകുന്നുള്ള തോന്നല. ഞാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് സാർ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഞാനോ? അടുത്ത മാസം 5-ാം തീയതി എന്റെ കല്യാണം. പ്ലീസ് സാറിന്റെ കാല് ഞാൻ പിടിക്കാം. ഇത്രേ ഉള്ളോ? പേടിക്കണ്ട, ഇത് ഞാൻ ശരിയാക്കി തരാം. ഡോണ്ട് വറി മാൻ. അങ്ങനെയാണെങ്കിൽ അടുത്ത മാസം എന്റെ കല്യാണത്തിന് മുന്നേ ഒന്ന് ശരിയാക്കി തരാൻ പറ്റുമോ? അങ്ങനെ പെട്ടെന്നൊന്നും ശരിയാക്കാൻ പറ്റില്ല. കുറച്ച് സമയം എടുക്കും. എത്ര സമയം? ചിലപ്പോ 2-3 ആഴ്ച, ചിലപ്പോ മാസങ്ങളാവും. എനിക്ക് മാറാൻ 10 വർഷമെടുത്തു. അത് ശരി, അപ്പൊ പപ്പായമാരായിരുന്നല്ലേ? എന്നുവെച്ചാ കാണാൻ നല്ല ചേലുണ്ടാവുന്നുള്ളൂ, ഒരു ഗുണുണ്ടാവൂല. അതൊക്കെ വിടി കേട്ടാ. ചേട്ടനൊരു വഴി പറ. ചേട്ടനോ? പിന്നല്ലാണ്ട് വഴിയൊക്കെ സിമ്പിളാ. ഈ ഇംഗ്ലീഷ് അറിയാൻ പാടാത്ത കുട്ടികള് ഈസ വാസ വേറെ എന്നൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേനും ആദ്യം ഒന്ന് പേടിക്കും. പക്ഷെ ഇംഗ്ലീഷ് പഠിച്ച് ഇംഗ്ലീഷ് അടുത്തറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾ അവരുടെ മുമ്പില് ഒന്നുമല്ല. ഇംഗ്ലീഷ് പഠിച്ചതിന്റെ പ്രശ്നമൊക്കെ തീരൂലേ? ശിവണ്ണ എത്ര പെട്ടെന്ന് ഇംഗ്ലീഷ് ടീച്ചർ അറിഞ്ഞ എടാ വവ്വാലിലുണ്ടായവനെ. ഇംഗ്ലീഷ് അല്ല
അറബി പഠിച്ചാൽ പോലും ഇവന്റെ പ്രശ്നം മാറിയല്ല. പിന്നെ അതായത് ഒരു ലോറി ഓടി വരും, ഈ ഡ്രൈവിംഗ് അറിയാൻ പാടില്ലാത്ത ഒരാൾക്ക് ഈ ഡ്രൈവർ എങ്ങനെ ഈ ലോറി ഓടിച്ചോണ്ട് വരുന്ന ഒരു ആകാംക്ഷ വരും. ഈ ലോറിയെ കാണുമ്പോ ഒരു ഭയവും വരും. എന്തുകൊണ്ടാന്നറിയാം? എന്തുകൊണ്ടാ അത് ലോറി ഓടിക്കാൻ അറിയാഞ്ഞിട്ട്. ലോറി ഡ്രൈവർക്ക് ഇതൊരു വളയം മാത്രമാണ്. ആ ലോറി പോലെയാണ് ഇവൻ ഡ്രൈവിംഗ് അറിയാൻ പാടില്ലാത്ത ഒരു കാഴ്ചക്കാരനും. അപ്പൊ ഡ്രൈവിംഗ് പഠിപ്പിച്ച പോരെ? എന്റെ വെച്ചിട്ട് ആശ്രമത്തിനോട് നല്ല ഡ്രൈവിംഗ് സ്കൂളിൽ റേറ്റ് കുറച്ച് ഞാൻ പഠിപ്പിച്ചുതരാം. ആ ലൈസൻസ് അല്ല, ഈ ലൈസൻസ്. പിന്നെ ആ ലോറി ഓടിച്ച ഡ്രൈവറെ എങ്ങനെ ലോറിയെ തിരിച്ചറിഞ്ഞോ അതുപോലെ പെണ്ണിനെ ഇവൻ തിരിച്ചറിയും. എന്റെ പൊന്ന് സ്വാമി, കിടിലം. അങ്ങനെയൊന്നുമില്ല, ഇതൊക്കെ ഒരു പിതൃപുണ്യം. അതെ, ഇതൊന്നും ശരിയാവൂല. ഏത്? ഞാൻ ഒന്നും നല്ല അന്തസ്സുള്ള ഫാമിലി പറഞ്ഞവനാ. അത് മാത്രമല്ല, ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്റെ അച്ഛനമ്മേനെ കൊന്നോളയും. എടാ കൊച്ചെ, ഇത് നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നമാണ്. ഇത് പരിഹരിച്ചില്ലെങ്കിൽ നിന്റെ ജീവിതം തന്നെ തകരും. നീ പേടിക്കണ്ടാ, ഇതിനുള്ള സെറ്റപ്പ് എല്ലാം ഞങ്ങൾ ചെയ്തു തരും. നീ കാശ് മാത്രം മുടക്കിയാൽ മതി. ചിന്തിക്കുന്ന ഓരോ നിമിഷവും നിനക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കും. എന്റെ പേര് കോമളൻ. സ്നേഹമുള്ളവരെന്നെ കോമള മാമ എന്ന് വിളിക്കും. അസ്വസ്ഥമായ മനസ്സുകളുടെ ആശ്രയമാണ് ഞാൻ. ഇവിടെ ആർക്കാണ് അസ്വസ്ഥത? പറയൂ. ശിവണ്ണ എന്റെ അസ്വസ്ഥ എന്ന് പറയണം പ്ലീസ്. എന്താ ഒരു കുശുകുശുപ്പ്? ഒന്നുമില്ല, ഒരു കൊതുകിന്റെ കൃമിയെ കുറിച്ച് പറഞ്ഞു. ആ കൃമികടി ഞാൻ മാറ്റിത്തരാം. നിങ്ങൾ ആരാന്ന് പറഞ്ഞാ മതി. ആരാ ആ കൃമി? ഇയാളാ? ഇതല്ല, ഈ പച്ചപ്പറ്റിനിട്ട് കൃമി. ഓ, ഈ പച്ചക്കൃമി. കുഴപ്പമില്ല, വഴിയുണ്ടാക്കാം. അതിനല്ലേ ഞാനുള്ളത്. കൃമിക്ക് കടിയുണ്ടാക്കാൻ പറ്റിയ മരുന്ന് ഈ ബാഗിന്റെ അകത്തുണ്ട്. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ടെന്നേ. ആ ദേ, ഏതാന്ന് വെച്ചാ നിങ്ങൾ സെലക്ട് ചെയ്തു. നോക്ക്, റാണിയുണ്ട്, പത്മിനിയുണ്ട്, കത്രീനയുണ്ട്, കരീനയുണ്ട്, പിന്നെ വത്സമ്മയും. നിങ്ങൾ വലിയൊരു സംഭവം ഉണ്ടോ? ആ, സത്യത്തിൽ നിങ്ങൾക്കൊക്കെയാണ് പത്മശ്രീ തരണ്ടേ. നിങ്ങളെ ഞാൻ മാമാന്ന് വിളിക്കുള്ളൂ. മാമ. നോക്ക്, ആ കൊച്ചെങ്ങനെയുണ്ടോ നോക്കിയേ. അത് ചേട്ടാ, ഓ, ആരായാലും കുഴപ്പമില്ല. ആ. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ. എന്താ അത്? അത് പിന്നെ ഇവിടെ ഉള്ള സാധനമൊന്നും വേണ്ട. അപ്പൊ നിങ്ങൾക്ക് സിന്ധുവാണ് ബെസ്റ്റ്. ബോംബെക്കാരിയാ, ഇപ്പൊ നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. പേടിക്കണ്ടെന്നേ, മലയാളിയാ. അതാവുമ്പോ നമുക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയാമല്ലോ. പിന്നെ ഒരു പ്രശ്നമുള്ളത്. എന്താ അത്? നല്ല കാശാ. അതൊന്നും കുഴപ്പമില്ല. അതൊന്നും ഒരു പ്രശ്നം. എങ്കിൽ കുഴപ്പമില്ല, ഞാനൊരു നമ്പർ തരാം. നിങ്ങൾ ആരെങ്കിലും ഒന്ന് വിളിക്കുമ്പോഴേ ഞാൻ പറഞ്ഞിട്ടാന്ന് പറഞ്ഞാ മതി. അപ്പൊ അവിടുന്ന് ഒരു ചിരി വരും. ഇറങ്ങിയുന്നുണ്ട്. ഹലോ, ഹലോ ചേച്ചി, എന്റെ പേര് ബാലു എന്നാണേ. ഞാൻ മറ്റേ കോമളൻ ചേട്ടൻ പറഞ്ഞിട്ട് വിളിക്കുക. സിന്ധു ചേച്ചി അല്ലേ? ആ, മനസ്സിലായി. നിങ്ങൾ എത്ര പേരുണ്ട്? അയ്യോ ചേച്ചി, ഞാൻ എന്റെ വീട്ടിലെ അമ്മയ്ക്ക് ഒറ്റ മോനാ. ഓ, അതല്ല. പിന്നെ നിങ്ങൾ അവിടെ എത്ര പേരുണ്ടെന്നാ ചോദിച്ചേ. അത് നല്ല കാര്യം. ചോദിച്ചിട്ടില്ല നമ്മൾ എത്ര പേരുണ്ടെന്ന്. നമ്മള് 4 പേരുണ്ടെന്ന്. അതാര്? ഞാൻ, അണ്ണൻ, മനു, ബാലു. ഞാനൊന്നു പാകിസ്ഥാൻകാരനോ? 5 പേരുണ്ടെന്ന് പറ. നീ പോയി ഫയർ വായിക്കാം. 5 പറഞ്ഞ വേണ്ട, ചുമ്മാ പ്രശ്നമാവും. അവള് പേടിച്ചിട്ട് വരില്ല. ഇവിടെ 2 പേരുടെ കേസ് പറയും. എന്റെ പൈസ ഞാൻ കൊടുക്കാം. അതെ, ഒരാളൊന്ന് പറഞ്ഞാൽ മതി. ഇവൻ മാത്രം. അത് മതി. ഇവൻ മാത്രം വിളിക്കും. എടാ മനു, നിനക്കൊരു അന്തിക്കൂട്ടിനെങ്കിലും. ഹലോ, എന്താ കട്ടായത്? അത് ചേച്ചി, ഇവിടെ റേഞ്ചിന്റെ കുറച്ച് പ്രശ്നമുണ്ട്, അതാ കട്ടായി പോയത്. ശരി. ആ, അപ്പോ നിങ്ങൾ എത്ര പേരുണ്ട്? ഒരാളേ ഉള്ളൂ ചേച്ചി, പേടിക്കണ്ട. ഒറ്റ ഒരാൾ